സതീശനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചനയും നടന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. ജനം, തിരുവനന്തപുരം. മുൻമന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പൊതുദർശനത്തിനു ശേഷം രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം. ഇവരുമായി നിഷാ ദിലീപ് ചേരുകയാണ്. നിഷാ, മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ മധ്യകേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖമായിരുന്നു, വാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. മറ്റു വിവരങ്ങളും KP വൈകിട്ട് 3:40 മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മുസ്ലിം ലീഗ് നേതാക്കളും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അടക്കമുള്ള ആളുകൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. 3:40 ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത്. KP പറഞ്ഞതുപോലെ തന്നെ മധ്യകേരളത്തിൽ ലീഗിന്റെ മുഖമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. 2001-ലും 2006-ലും മട്ടാഞ്ചേരിയിൽ നിന്നും 2011-ലും 2016-ലും കളമശ്ശേരിയിൽ നിന്നുമാണ് നിയമസഭയിലെത്തിയത്. 2 തവണ മന്ത്രിയായിട്ടുണ്ട്. മട്ടാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിന്റെ അവസാന ജനപ്രതിനിധിയും ഒപ്പം തന്നെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ ആദ്യത്തെ ജനപ്രതിനിധിയുമാണ് ഇബ്രാഹിം കുഞ്ഞ്. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്ന് 2005-ൽ വ്യവസായ വകുപ്പ് മന്ത്രിസ്ഥാനത്തേക്ക് ഇബ്രാഹിം കുഞ്ഞ് വരുന്നത്. അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയെ തുടർന്നാണ്. മധ്യകേരളത്തിൽ ലീഗിൻ്റെ മുഖമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ്. അല്പസമയത്തിനകം തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ ആലുവയിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ ഞാലകം കൺവെൻഷൻ സെൻറ്റർ, കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെൻറ്ററിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടായ ആലുവയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് ആലുവ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തുക. KP. ശരി, കൊച്ചിയിൽ നിന്നും നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. മദ്യലഹരിയിൽ കൈക്കുഞ്ഞുമായി ആനപ്പാപ്പാന്റെ അഭ്യാസം. കുട്ടിയം സ്വദേശി അഭിലാഷാണ് സ്വന്തം കുഞ്ഞുമായി സാഹസം കാണിച്ചത്. 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൊമ്പിൽ ഇരുത്താൻ ശ്രമിക്കവേ കുഞ്ഞ് തറയിൽ വീഴുകയായിരുന്നു. ആനയുടെ ഒന്നാം പാപ്പാൻ ഉൾപ്പെടെ